നമ്മളെല്ലാവരും കൺഫ്യൂഷനിലാണ്. പലതരം കൺഫ്യൂഷനാണ്. ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ എടുക്കണം, ഡിഗ്രി വേണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുകൾ വേണോ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനിലാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഷോർട്ട് ടേം കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളെ ആളുകൾ വീഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്ന കുറേ കാര്യങ്ങൾ, അതിൽ 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള പേര് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ കോഴ്സ് എടുക്കാൻ വേണ്ടി പാടില്ല. ഞാൻ സ്കില്ലേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ CEO ആണ്. ഞങ്ങളിവിടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ വരേണ്ടത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എന്ന ലാബിൽ കണ്ടിട്ടല്ല. കാരണം ആർക്കും ഏത് രാജ്യത്ത് പോയിട്ടും ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നൽകുന്ന അതോറിറ്റി ആകാൻ ഇന്നത്തെ കാലത്ത് ഒരു പണിയുമില്ല. മാത്രമല്ല ചെറിയ പൈസ കൊടുത്തിട്ട് ആ സർട്ടിഫിക്കേഷൻ വാങ്ങാനും പറ്റും. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവണമെന്നില്ല. സോ ആ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണോ, അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ അതിന് പോകേണ്ടത്. രണ്ടാമത്തത് ISO സർട്ടിഫിക്കേഷനാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ ISO സർട്ടിഫിക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ 2 രൂപത്തിലാണ് ISO സർട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നത്. ഒന്ന്, പൈസ കൊടുക്കുന്നു, ISO സർട്ടിഫിക്കേഷനുള്ള എല്ലാ സർട്ടിഫിക്കേഷനും കൊടുക്കുന്നു. എന്നാൽ രണ്ടാമത്തത് അങ്ങനെയല്ല. ISO സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കൃത്യമായി അനലൈസ് ചെയ്ത് ആ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ സിസ്റ്റം കൊണ്ടുവന്ന് ആ രൂപത്തിലുള്ള ISO സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ഇത് രണ്ടും തിരിച്ചറിയുക എന്നുള്ളത് നിങ്ങളുടെ വിവേചനമാണ്, നിങ്ങളുടെ വിവേക ബുദ്ധിയാണ്. മൂന്നാമത്തത് പ്ലേസ്മെൻ്റ് ആണ്. പ്ലേസ്മെൻറ്റ് അഷുറൻസ് ഉണ്ട്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ ഏരിയയിൽപ്പെട്ട കോഴ്സ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോബ് ഉണ്ട്, ജോബ് കണ്ടെത്താൻ പറ്റും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മേഖലയിലാണ് നിങ്ങൾ എത്തുന്നത് എങ്കിൽ തൽക്കാലം ഒരു ജോബ് കിട്ടിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല. സോ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. നിങ്ങൾക്കത് അനുയോജ്യമാണോ, ഭാവിയിൽ അത് സാധ്യതയുണ്ടോ, അതിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, വളർച്ചയിൽ എത്താൻ പറ്റുമോ, കൂടുതൽ സാലറി വാങ്ങാൻ കഴിയുമോ, ഗ്രോ ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തത്, നിങ്ങൾ പലപ്പോഴും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല വൈബ് ഉണ്ടോ എന്നാണ്. അല്ലേ, വൈബും തമാശകളും എൻ്റർടൈൻമെൻറ്റും കളികളും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിന് വലിയ ഫീസ് കൊടുത്ത് നമ്മൾ പോകേണ്ടതില്ല. പകരം നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ അവിടെ പഠിച്ച ആളുകളുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആവുന്നുണ്ടെങ്കിൽ, അവരിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അഞ്ചാമത്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സിനെ കുറിച്ച് ഏതെങ്കിലും സെലിബ്രിറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളല്ല. ആരും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും പറയാൻ സാധ്യതകളുണ്ട്, ശരിയല്ലേ? പക്ഷെ അവിടെ പഠിച്ച കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്താണെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അത് സ്കില്ലേജിലെ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും മറ്റേത് സ്ഥാപനത്തിലെ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും തീർച്ചയായും ഈ 5 കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമായിരിക്കണം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്.